Hello, welcome back to my channel. I am Bino James and today I am going to explain what is perpendicular bisector of a line. ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതുപോലെ തന്നെ ആ ലൈനിനെ ബൈസെക്റ്റും ചെയ്യണം. Perpendicular bisector of a line should bisect the line and it should be perpendicular to the line. See here, I have drawn here a line AB. ഇനി എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, അതുപോലെ തന്നെ ആ ലൈനിനെ ബൈസെക്ട് ചെയ്യുകയും ചെയ്യണം. വാട്ട് യു മീൻ ബൈ ബൈസെക്ട്? ബൈസെക്ട് മീൻസ് കട്ട് ഇൻടു ടു ഈക്വൽ പാർട്ട്. ഇപ്പം ഞാനൊരു ലൈൻ എ ബി വരച്ചിട്ടുണ്ട്. ഈ ലൈൻ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് എടുക്കുക. യൂസിങ് കോമ്പസ് we draw the perpendicular bisector. You have to take more than half of the line AB. AB യുടെ നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ വേണം നിങ്ങൾ കോമ്പസിൽ എടുക്കാനായിട്ട്. പകുതിയിൽ കൂടുതൽ എടുത്താൽ മാത്രമേ ഇത് ഇന്റർസെക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എ ബിയുടെ നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ. First of all, you keep the compass at the point A. Fix the compass at the point A. Draw one arc above the line AB. And without changing this distance from the same point A, draw another arc downside of the line AB. വീണ്ടും ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാതെ കീപ് ദ കോമ്പസ് അറ്റ് ബി, കട്ട് ദ പ്രീവിയസ്ലി ഡ്രോൺ ആർക്ക്, മുമ്പ് വരച്ച ആർക്ക് കട്ട് ചെയ്യുക. ആൻഡ് അഗൈൻ വിത്തൗട്ട് ചേഞ്ചിങ് ദിസ് ഡിസ്റ്റൻസ് ആൻഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത് കട്ട് ദിസ് ആർക്ക് ഓൾസോ. Now join these two intersecting points using a straight line. ഒരു ആംഗിളിന്റെ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങളുടെ കോമ്പസ് എടുക്കുക. ടേക്ക് യുവർ കോമ്പസ്, കീപ് ദ കോമ്പസ് അറ്റ് ദ വെർട്ടെക്സ്. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഡ്രോ വൺ ആർക്ക് ഹിയർ ലൈക്ക് ദിസ്. ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ചേഞ്ച് ദിസ് ഡിസ്റ്റൻസ്. Here also draw another arc. Again, you can keep the compass at this point, draw another arc here. And from here, without changing the length, cut this arc. Take this intersecting point and this vertex of the angle, draw a straight line. We can say that this is the bisector of this angle. That is, these two angles will be equal. This is the method of drawing the bisector of an angle. നമുക്ക് ആർക്ക് ഈ രീതിയിൽ തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. We can draw in this way also. First, draw two arcs here. കണ്ടീഷൻ ഇതുള്ളത്, ഇവിടെ വരയ്ക്കുന്ന രണ്ട് ആർക്സും ഒരേ ലെങ്ത് എടുത്ത് വേണം വരയ്ക്കാനായിട്ട്. അഗെയിൻ, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദിസ് ലെങ്ത്, യു ക്യാൻ ചേഞ്ച് ഇറ്റ് ആൻഡ് ഫ്രം ഹിയർ ഡ്രോ ദ ആർക്ക് ഹിയർ. ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എടുക്കുന്ന അതേ ഡിസ്റ്റൻസിൽ തന്നെ ഇവിടെ നിന്നും വരയ്ക്കണം. വാട്ട് എവർ ദ ഡിസ്റ്റൻസ് യു ടേക്ക് ഹിയർ, യൂസിങ് ദ സെയിം ഡിസ്റ്റൻസ് യു ഹാവ് ടു ഡ്രോ ഹിയർ ഓൾസോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓൾ ത്രീ സൈഡ്സ്. ഡു ഓൾ ത്രീ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് അറ്റ് ദ സെയിം പോയിന്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ച് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. See here, I have drawn here triangle ABC. ABC is an equilateral triangle. You can draw any triangle. I have drawn here an equilateral triangle of sides 9 cm. Now I want to draw the perpendicular bisector of the sides. ഞാൻ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ആദ്യം
കീപ് ദ കോമ്പസ് അറ്റ് എ, ടേക്ക് മോർ ദാൻ ഹാഫ് ഓഫ് ദ സൈഡ് എ ബി. എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് എ ബിയുടെ നീളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്ത് ആർക്ക് വരയ്ക്കുക. ഡ്രോ വൺ ആർക്ക് അപ്പ് സൈഡ് ഓഫ് എ ബി, another one down side of the line AB. Now keep the compass at B, cut this arc, previously drawn arc, cut. ഇനി join these two intersecting points. ഈ രണ്ട് intersecting point join ചെയ്താൽ കിട്ടുന്നത് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. Similarly, draw the perpendicular bisector of the side AC and BC. For drawing perpendicular bisector of AC, keep the compass at A, draw the arc left side and right side of the line AC. From C, cut these arcs. Join these two intersecting points. We get perpendicular bisector of the side AC. And the last side is BC. Draw the perpendicular bisector of BC also. Keep the compass at B. Take more than half of BC. Draw the arcs on either side. And from the point C, cut these arcs. Join these two intersecting points. So we got perpendicular bisector of the three sides, and we can observe that these three perpendicular bisectors meet at a point. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. Do all three bisectors intersect at the same point? Yes, the three perpendicular bisectors intersect at the same point. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 30, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7th question. Question is this: draw a triangle and bisector of its three angles. Do all the three bisectors meet at the same point? അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡ്സ് 8 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. യു ക്യാൻ ഡ്രോ എനി ട്രയാങ്കിൾ ആസ് യു ലൈക്ക്. ആൻഡ് ഫോർ ഡ്രോയിങ് ദ ആംഗിൾ ബൈസെക്ടേഴ്സ്, follow the steps like this. Draw the bisector of the three angles. First I am going to draw the bisector angle A. So keep the compass at A, taking a suitable radius. Draw two arcs, one here and here. Now you can change this distance. Keep the compass at this point. Draw another arc here like this. And with the same distance, ഈ ഡിസ്റ്റൻസ് ഏതാണോ എടുക്കുന്നത് അതേ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് keep the compass at this point and cut this previously drawn arc. മുമ്പ് വരച്ച ആർക്ക് കട്ട് ചെയ്യുക. ഇനി ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റും പോയിൻ്റ് എയും ജോയിൻ ചെയ്യുക. So this will be the angle bisector of A. Similarly, draw the bisector angle B. Draw any suitable arc here and here. Either you can change or don't change this distance. Here I am not changing. Draw two more arcs like this from this point and from this point. Now join this intersecting point and the point B to get the bisector angle B. Similarly, draw the bisector angle C also. Draw two arcs here and from here two more arcs here. Join this intersecting point and point C. We can understand that these three angle bisectors meet at the same point. Hope that all of you understood today's class about the perpendicular bisector and angle bisector. എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട്. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.